ട്രാവൽസ് ഉടമ വഞ്ചിച്ച ഉംറ തീർത്ഥാടകരുടെ മടക്കയാത്ര അനിശ്ചിതത്വത്തിൽ. നാട്ടിലേക്ക് മടങ്ങാൻ മക്കയിൽ നിന്നും തൈഫ് വിമാനത്താവളത്തിലെത്തിയെങ്കിലും അവിടെ നിന്നും യാത്ര ചെയ്യാൻ പറ്റില്ലെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചതിനെ തുടർന്നാണ് യാത്ര മുടങ്ങിയത്. ഇന്ന് രാത്രി 11:20-നുള്ള ഫ്ലൈ ദുബായ് വിമാനത്തിലാണ് ഇവർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. വിവരങ്ങൾ നൽകാൻ റബി മുഹമ്മദ് ഉണ്ട്. റബി, എന്ത് കാരണം പറഞ്ഞാണ് തീർത്ഥാടകരെ തിരിച്ചയച്ചത്? സൗദി ഹജ്ജ് മന്ത്രാലയത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് ഇന്നലെ ഉച്ചയോടുകൂടി ഈ 25 തീർത്ഥാടകർക്ക് ഇന്ന് രാത്രി 11:20-നുള്ള ഫ്ലൈ ദുബായ് വിമാനത്തിൽ തായിഫിൽ നിന്നും ദുബായ് വഴി കൊച്ചിയിലേക്ക് ടിക്കറ്റ് എടുത്തിരുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ 25 തീർത്ഥാടകരും തായിഫിലെത്തി. എന്നാൽ തായിഫ് വിമാനത്താവളത്തിൽ നിന്ന് ഉംറ തീർത്ഥാടകർക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല എന്നുള്ള അറിയിപ്പാണ് അവർക്ക് ലഭിച്ചത്. മക്ക മദീന വിമാനത്താവളങ്ങളിൽ നിന്നാണ് ഉംറ യാത്രക്കാർക്ക് അല്ലെങ്കിൽ ഉംറ തീർത്ഥാടകർക്ക് യാത്ര ചെയ്യാൻ അനുമതിയുള്ളത്. തായിഫ് വിമാനത്താവളത്തിൽ നിന്നും ഇതിലുള്ള ഇമിഗ്രേഷനും മറ്റു നടപടികൾക്കും സംവിധാനമില്ല. അതുകൊണ്ട് യാത്ര ചെയ്യാൻ കഴിയില്ല എന്നൊരു അറിയിപ്പാണ് ഇപ്പോൾ അവർക്ക് ലഭിച്ചത്. 25 തീർത്ഥാടകരും ഇപ്പോൾ തായിഫ് വിമാനത്താവളത്തിലാണുള്ളത്. ഏറെ നാളത്തെ ദുരിതത്തിന് ശേഷമായിരുന്നു കഴിഞ്ഞ ഇന്നലത്തോടുകൂടി നാട്ടിലേക്ക് മടങ്ങാൻ തീർത്ഥാടകർക്ക് അവസരമൊരുക്കിയത്. അതിനിടയിലാണ് വീണ്ടും ഇപ്പോൾ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരിക്കുന്നത്. വേങ്ങരയിലെ റബി ട്രാവൽസിന് കീഴിൽ ഉംറയ്ക്കെത്തിയ തീർത്ഥാടകരായിരുന്നു ഇവർക്കുള്ള മടക്ക ടിക്കറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ 10 ദിവസത്തോളമായി ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തീർത്ഥാടകർ. മടക്ക ടിക്കറ്റ് നൽകാതെ ട്രാവൽസ് ഉടമയായ മുനീർ തങ്ങൾ സ്ഥാപനമടിച്ച് മുങ്ങിയതിനെ തുടർന്നാണ് പ്രതിസന്ധി ഉടലെടുത്തിരുന്നത്. ഇപ്പോൾ വിവിധ ആളുകൾ, പ്രത്യേകിച്ച് ഹജ്ജ് ഉംറ സ്ഥാപന അധികൃതരും മറ്റും വിമാനത്താവള അധികൃതരുമായി ചർച്ച നടത്തിയെങ്കിലും ഇതുവരെ അതിനൊരു അനുകൂലമായ തീരുമാനമുണ്ടായിട്ടില്ല. മുഴുവൻ ഈ 25 പേരും ഇപ്പോൾ വിമാനത്താവളത്തിന് സമീപത്ത് തന്നെയാണുള്ളത്. മക്കയിലേക്ക് മടങ്ങാനുള്ള ഒരു ഒരുക്കത്തിലാണ് എന്നാണ് ഇപ്പോൾ തീർത്ഥാടകർ നമ്മളോട് പറഞ്ഞത്. ഏതായാലും വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ആശ്വാസമായി നാട്ടിലേക്ക് മടങ്ങാമെന്നുള്ള ഒരു തീരുമാനത്തിന് വീണ്ടും അനിശ്ചിതത്വം വന്നതോടെ തീർത്ഥാടകർ ഇപ്പോൾ ആശങ്കയിലാണുള്ളത്. ഈ ബാക്കി അവശേഷിക്കുന്ന 6 പേർക്കുള്ള ടിക്കറ്റും ജൂലൈ 3-നാണ് ഇപ്പോൾ ഉംറ വിസ സ്റ്റാമ്പ് ചെയ്ത് നൽകിയ സ്ഥാപനം ടിക്കറ്റ് എടുത്ത് നൽകിയിരിക്കുന്നത്. ഇവർക്കും തായിഫിൽ നിന്ന് തന്നെയാണ് ടിക്കറ്റ് എടുത്തത്. ഇവിടെ നിന്നും യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റ് ജിദ്ദയിൽ നിന്നോ മദീനയിൽ നിന്നോ ഇനി വിമാന ടിക്കറ്റ് എടുത്ത് വേണം ഇവർക്ക് ഇനി യാത്ര ചെയ്യാൻ. ഇപ്പോൾ സീസൺ ആയതിനാൽ ഇത്രയും പേർക്ക് ഒരുമിച്ച് ടിക്കറ്റ് ലഭിക്കാൻ പ്രയാസമുണ്ട്. വലിയൊരു തുക തന്നെ ഇതിന് മുടക്കേണ്ടിയും വരും. സീറ്റ് ലഭ്യമല്ല എന്നുള്ളൊരു വലിയൊരു പ്രശ്നം മുന്നിലുണ്ട്. സ്കൂൾ അവധിക്കാലം ആരംഭിക്കുന്നു. ഇന്ത്യൻ സ്കൂളുകളടക്കം അടുത്ത ആഴ്ചയിലോടുകൂടി അവധിയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി വിമാന സർവീസുകൾ എല്ലാം തന്നെ ഇപ്പോൾ എല്ലാ വിമാന കമ്പനികളുടെയും സർവീസുകൾ ഇപ്പോൾ ഫുള്ളാണ്. ടിക്കറ്റ് ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ജൂലൈ 2-ന് തീർത്ഥാടകരുടെ വിസ കാലാവധി തീരുകയും ചെയ്യും. ഇതിനുള്ളിൽ ഏത് രീതിയിലെങ്കിലും ഇവരെ നാട്ടിലെത്തിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവണം എന്നുള്ളൊരു ആവശ്യം തീർത്ഥാടകരുടെയും മറ്റും ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങളുടെ ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിന് അടിയന്തര പരിഹാരം ഉണ്ടാവൂ എന്നുള്ള അഭിപ്രായങ്ങൾ സമൂഹത്തിന് ഉയർന്നു കഴിഞ്ഞു. അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളുമായി അല്ലെങ്കിൽ അതിനുള്ള നടപടികൾ കേന്ദ്ര ഗവൺമെന്റിന്റെയും ജിദ്ദ കോൺസുലേറ്റിന്റെ ഭാഗത്തും ഉണ്ടാവണം എന്നുള്ളൊരു ആവശ്യം തീർത്ഥാടകർ ഉന്നയിക്കുന്നുണ്ട്. അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനാണ് സാമൂഹ്യ പ്രവർത്തകരും മറ്റും ഇപ്പോൾ ആലോചിക്കുന്നത്. ശ്രുതി, റബി, യാത്രക്കാരെ പുറത്തെത്തിക്കാൻ അല്ലെങ്കിൽ അവരെ ഇന്ത്യയിലെത്തിക്കാൻ എന്തെങ്കിലും മധ്യസ്ഥ ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണോ? സൗദി ഹജ്ജ് ഉംറ നിയമം അതുപോലെ തന്നെ ഇവിടുത്തെ പാസ്പോർട്ട് നിയമപ്രകാരവും ഈ തീർത്ഥാടകർക്ക് യാത്ര ചെയ്യാൻ അനുമതിയുള്ള ജിദ്ദ അതുപോലെ തന്നെ മക്ക മദീന പ്രദേശങ്ങൾ മാത്രമാണ് ഇത്തരം വിസയുള്ള ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള അനുമതിയുള്ളത്. ആ ഏരിയയിൽ പെടുന്ന വിമാനത്താവളങ്ങൾ, ഇതിനു പുറമെ കപ്പൽ വഴി ജിദ്ദ തുറമുഖവും അതുപോലെ തന്നെ യാമ്പു വിമാനത്താവളവും ഇതിന് അനുമതിയുണ്ട്. ഈ സ്ഥലങ്ങളിലല്ലാത്ത മറ്റ് റിയാദ് ഉൾപ്പെടെയുള്ള രാജ്യത്തെ മറ്റ് വിമാനത്താവളം വഴിയൊന്നും യാത്രക്കാർക്ക് ഉംറ ഹജ്ജ് യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ അനുമതിയില്ല. അതുകൊണ്ടാണ് ആ ഒരു നിയമം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ അത് ലംഘിച്ചുകൊണ്ടാണ് തായിഫിൽ നിന്നും ഇവർക്ക് ടിക്കറ്റ് എടുത്തത്. അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യാൻ കഴിയില്ല എന്നൊരു തീരുമാനം തന്നെയാണ് വിമാനത്താവള അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഈ നയതന്ത്ര ഇടപെടലിലൂടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ ഇനി ഇതുവഴി എന്തെങ്കിലും നടപടി അല്ലെങ്കിൽ നാട്ടിൽ പോരാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ജിദ്ദ മദീന വിമാനത്താവളങ്ങളിൽ നിന്നും ഏതെങ്കിലും മറ്റ് വിമാന കമ്പനികൾ വിമാന സർവീസിൽ ടിക്കറ്റ് എടുത്താൽ മാത്രമേ ഇവർക്ക് നാട്ടിൽ പോരാനുള്ളൂ. കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ വിസ കാലാവധി അവശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് എത്രയും വേഗത്തിലുള്ള ഒരു ഇടപെടൽ ആണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. റബി, വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന തീർത്ഥാടകരുമായി ബന്ധപ്പെട്ടിരുന്നോ? എന്താണ് അവരുടെ പ്രതികരണം? അല്പസമയം മുമ്പാണ് നാം അവരുമായി സംസാരിച്ചത്. പ്രായമായ ആളുകളുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കഴിഞ്ഞ 19-ാം തീയതിയായിരുന്നു ഇവരിൽ 15 പേരും നാട്ടിലേക്ക് മടങ്ങേണ്ടിയിരുന്നത്. ഈ ദിവസങ്ങൾ കഴിഞ്ഞ ജൂൺ 5-ാം തീയതിയാണ് ഇവർ ഉംറ ചെയ്യാൻ വേണ്ടി മക്കയിലെത്തിയത്. ഇത്തരം ദിവസത്തെ 10 ദിവസത്തോളം യാത്ര അനിശ്ചിതത്തിലായ ഒരു കൂട്ടം ആളുകളാണ് ഇന്ന് യാത്ര ചെയ്യാൻ
ഏറെ ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം വിമാനത്താവളത്തിലെത്തുന്നത്. അവിടെ നിന്നും യാത്ര മുടങ്ങിയ ഒരു വിഷമം എല്ലാവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. എത്രയും വേഗം മക്കയിലേക്ക് അല്ലെങ്കിൽ നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിൽ നിന്നും അവർ ഒഴിഞ്ഞതാണ്. അവർ വാടക നൽകാത്തതിനാൽ കെട്ടിട ഉടമയും അതുപോലെ തന്നെ ഈ ട്രാവൽസ് ഉടമയും തമ്മിൽ നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങോട്ട് പോകുമെന്നുള്ളൊരു ആശങ്കയും ഇവർക്കുണ്ട്. മക്കയിലെയും തായിഫിലെയും സാമൂഹ്യ പ്രവർത്തകർ ഇവരുമായി ബന്ധപ്പെടുന്നുണ്ട് എന്നാണ് നമുക്കറിയുന്നത്. അല്ലെങ്കിൽ ഹജ്ജ് മുത്തവീഫ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അവരിൽ നിന്നും ഏത് രീതിയിലാണ് അവരിൽ നിന്നും സഹായം ലഭിക്കുക എന്നും അറിയുന്നത്. അല്പസമയം മുമ്പ് മാത്രമാണ് യാത്ര തുടങ്ങിയ സംഭവം ഉണ്ടായിരിക്കുന്നത്. അരമണിക്കൂർ മുമ്പാണ് അവർ വിമാനത്താവളത്തിൽ എത്തുന്നതും അവിടെ നിന്നും യാത്ര ചെയ്യാൻ കഴിയില്ല എന്നും അധികൃതർ അറിയിച്ചത്. അതുകൊണ്ട് അടുത്ത ഏതാനും മണിക്കൂറുകളിൽ തന്നെ ഈ ഒരു താൽക്കാലിക ആശ്വാസം ലഭിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. റബി, ഹജ്ജ് മന്ത്രാലയമോ ഇന്ത്യൻ എംബസിയോ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ ഇതുവരെ? അത്തരം ഔദ്യോഗിക സംവിധാനങ്ങളിലേക്കൊന്നും തന്നെ ഈ വിവരം എത്തിയിട്ടില്ല എന്നാണ് നമ്മൾ അറിയുന്നത്. കാരണം ഈ ഒരു സമയത്ത് അവിടെയുള്ള ആളുകൾ അതുപോലെ തന്നെ യാത്രാ അമീറും അതുപോലെ തന്നെ ഏതാനും ചില സാമൂഹ്യ പ്രവർത്തകരുമായിരുന്നു ഇവരുടെ കൂടെ ഉണ്ടായിരുന്നത്. അവർ വിമാനത്താവള അധികൃതരുമായി സംസാരിച്ചു എന്നത് മാത്രമാണുള്ളത്. മറ്റ് സർക്കാർ തലങ്ങളിലേക്കുള്ള അറിയിപ്പുകളും അതുപോലെ തന്നെ വിവരങ്ങൾ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. റബീനി, തീർത്ഥാടകർ വിമാനത്താവളത്തിൽ തന്നെ ഇരിക്കാനാണോ സാധ്യത, അതോ ഇനി മറ്റ് വിമാനത്താവളങ്ങൾ വഴി പോകാനുള്ള സംവിധാനങ്ങളാണോ നോക്കുന്നത്? ഇപ്പോൾ മക്കയിലേക്ക് മടങ്ങുക എന്നതാണ് തീർത്ഥാടകർക്ക് മുമ്പുള്ള വഴി. അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മക്കയിലെത്തി മുത്തവീഫ് സ്ഥാപന അധികൃതരുമായി സംസാരിക്കുകയും അതുപോലെ തന്നെ മറ്റ് വിമാന സർവീസുകൾ ടിക്കറ്റ് ലഭ്യമാക്കാനുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് യാത്രക്കാരും അതുപോലെ തന്നെ യാത്രാ സംഘത്തിന്റെ അമീറും അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞത്. ഏതായാലും ഒരു വളരെ വലിയൊരു പ്രശ്നമായി ഇതിനെ കണ്ടുകൊണ്ട് പ്രശ്നത്തിൽ ഇടപെടാൻ ആളുകൾ മുന്നോട്ട് വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് യാത്രക്കാരും അതുപോലെ തന്നെ തീർത്ഥാടകരും. ട്രാവൽസ് ഉടമ വഞ്ചിച്ച ഉംറ തീർത്ഥാടകരുടെ മടക്കയാത്ര അനിശ്ചിതത്തിലായിരിക്കുന്നു. നാട്ടിലേക്ക് മടങ്ങാൻ മക്കയിൽ നിന്നും തൈഫ് വിമാനത്താവളത്തിലെത്തിയെങ്കിലും അവിടെ നിന്ന് യാത്ര ചെയ്യാൻ പറ്റില്ലെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചു. തുടർന്നാണ് യാത്ര മുടങ്ങിയത്. ഇന്ന് രാത്രി 11:20 ഫ്ലൈ ദുബായ് വിമാനത്തിലാണ് ഇവർ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. വിവരങ്ങളാണ് റബീഹ് മുഹമ്മദ് നൽകിയത്.